സ്വിച്ചിട്ട കറണ്ട് വരും, ഇടിവെട്ടിയ മിന്നൽ വരും, മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലേ വേല് വരുവടാ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന വ്ളോഗ് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ എടുക്കാൻ പോകുന്നൊരു വ്ളോഗാണിത്. ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ് അത്ര വലിയ ഗംഭീരമായിട്ടൊന്നും എപ്പോഴുള്ള പോലെ ഉണ്ടാവില്ല, കാരണം ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു വ്ളോഗാണല്ലോ ഇത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ന്യൂ ഇയർ സെലിബ്രേഷന് പുറത്തു പോകുന്നത്. അതും എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിലെ ബോച്ചയുടെ 1000 acres അപ്പം ഞങ്ങളൊരു ടോയ്ലറ്റ് തപ്പി നടന്നപ്പോൾ എനിക്കറിയുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 പേരെ കണ്ടു. അപ്പോൾ അവരോട് ഹായ് പറയാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നതാണ്, വ്ളോഗിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ 2 പേര് മാത്രമല്ല കേട്ടോ വന്നിട്ടുള്ളത്, ഞങ്ങൾ 4 പേരുണ്ട്. 2 പേർക്ക് മടിയായത് കാരണമാണ് അവർ വ്ളോഗിൻ്റെ ഉള്ളിൽ വരാത്തത്. അയ്യോ സോറി, തെറ്റിപ്പോയി. ഞങ്ങൾ 4 പേരല്ല 5 പേരുണ്ട്. ഒരാളുടെ അനിയനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പരിപാടി പിന്നെ വയനാട്ടിൽ തന്നെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നവർ തന്നെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരാളാണിത്. പിന്നെ റെക്കോർഡ് ഇട്ട പാപ്പാനീനെ ഞാൻ കാണിച്ചിടാം. ഇതാ ഇവിടെ നിൽക്കുന്നതാണ് നമ്മുടെ റെക്കോർഡ് ഇട്ട പാപ്പാനി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അകത്തൊന്നും കയറിയില്ല. ഞങ്ങൾ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കയറാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയതും ബോച്ച വരുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അത്രയും നേരം പുറത്ത് തെണ്ടി തിരിഞ്ഞിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ ഏറ്റവും പുറകിലായിപ്പോയി. അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ആയിട്ട് ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ അത്യാവശ്യം നല്ലോണം കാണാൻ പറ്റിയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു സീൽ വെച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറുക കേട്ടോ. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പരിപാടികൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് പേരൊക്കെ സംസാരിച്ചു. പിന്നെ ബോച്ച വന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗീവ് അവേൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ നടന്ന റാം ഷോൻ്റെ റിസൾട്ട് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്, അതിൽ കിഡ്സിൻ്റെ, വിമൻസിൻ്റെ, മെൻസിൻ്റെ അങ്ങനെ കുറേ കാറ്റഗറീസിലുള്ള വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ കോൺസേർട്ടിലോട്ട് നമ്മൾ കയറിയത്. ആദ്യം തന്നെ ജമൈക്കേൻ്റെ പാട്ടായിരുന്നു. ജമൈക്ക വേടൻ്റെ ടീമിലുള്ള ഒരാളാണ്. മെലഡി പാട്ടൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അങ്ങോട്ട് ഒരേ പൊളിയായിരുന്നു. ജമൈക്കേൻ്റെ ഒറ്റയ്ക്കുള്ള കൺസേർട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചെക്കനെയും കൂടി കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ട് സൂപ്പറായിരുന്നു. അതിന് മുന്നേ സൂപ്പറായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുത്തുപാട്ട് എനിക്കിഷ്ടം. അപ്പോൾ ഇവർ 2 പേരും കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു. പാല് തെക്ക് ദേശം താറുമാറ് മൂച്ചു വെച്ചാൽ കാണാൻ പാറ് വന്നു പയ്യന്മാര് ദിക്കെല്ലാം നമ്മുടെ കൂരി പറക്കും പറക്കും നമ്മുടെ പേര് വെച്ചു വാന്ന് മണ്ണും ചേറി അടി അടി ഇതൊക്കെ അതിനിടയിൽ എനിക്ക് നേരെ ചൊല്ലി 2 പേര് തമ്മിൽ അടിയിട്ടായിരുന്നു. അവർ തമ്മിൽ പിന്നെ സെറ്റായി കെട്ടിപ്പിടിച്ച് എല്ലാം സോൾവ് ആയ ദൃശ്യമായിരുന്നു കാണിച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞാണ് ഗൗരിലക്ഷ്മി വന്നത്. സത്യം പറയാലോ, ഞാൻ ഗൗരിലക്ഷ്മീൻ്റെ ഫാനൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ കൺസേർട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഭയങ്കര ഫാനായി. കാരണം അത്ര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഗൗരിലക്ഷ്മിൻ്റെ ഗ്യാങ്ങും ഗൗരിലക്ഷ്മിയുടെ ഡാൻസും അവരുടെ എല്ലാവരുടെ ഡാൻസും ഒക്കെ സൂപ്പറായിരുന്നു. പാട്ടും എല്ലാം ഒപ്പത്തിനൊപ്പമായിരുന്നു. ഞാനും വിചാരിച്ചു ഒരാൾക്ക് എങ്ങനെ
പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുമോ, ഡാൻസ് കളിച്ചുകൊണ്ട് പാട്ട് പാടാൻ പറ്റുമെന്ന്. പക്ഷെ അതൊക്കെ തിരുത്തി എഴുതി. കാരണം അത്ര സൂപ്പറായിരുന്നു. ഇത്ര വൃത്തിയായിട്ട് ഒരാൾക്ക് പാടാൻ പറ്റുന്നത് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. പിന്നെ അതിനിടയിൽ മണവാളനൊന്ന് വന്ന് പോയായിരുന്നു. ആരൊക്കെ അവിടെ നിന്ന് തല്ലുള്ളി ഇതൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല തോന്നുന്നു. കേൾക്കാത്തതാണോ കേട്ടതാണോ ഒന്നും മനസ്സിലായില്ല. എന്തായാലും മണവാളിനെ കണ്ടപ്പോൾ ഞാൻ അതും കൂടെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിരുന്നു ഗൗരിലക്ഷ്മിൻ്റെ പരിപാടിക്കിടെ. കാരണം അത്ര സൂപ്പറായിരുന്നു. നമ്മൾ അതിനകത്ത് ഇരുന്ന് പോവും, കണ്ടുകൊണ്ടിരുന്ന് പോവും. അങ്ങനെ സൂപ്പറായിരുന്നു. ഗൗരിലക്ഷ്മിനെ കുറ്റം പറയുന്നവരൊക്കെ ഒന്ന് ലൈവ് കൺസേർട്ട് ഒന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര അടിപൊളിയാണ് ആ പ്രോഗ്രാം. എനിക്ക് പറഞ്ഞാലും തീരില്ല. എൻ്റെ ഫേവറേറ്റ് ഗൗരിലക്ഷ്മി പാടിയതിൽ എൻ്റെ ഫേവറേറ്റ് പാട്ടായിരുന്നു ഒരു പാട്ടായിരുന്നു ഇപ്പോൾ കേട്ട പാട്ട്. അജിത ആ പാട്ടും പിന്നെ ഇനി ഞാൻ ഇടുന്ന പാട്ടും. ഇതാ മറ്റേ പാട്ടിനെ കാട്ടി കുറച്ചും കൂടെ ഫേവറേറ്റ് എനിക്ക് ഈ പാട്ടാണ്. പരിപാടി കഴിഞ്ഞിട്ട് ഒരാളുടെ വരവുണ്ട് എൻ്റെ മോനെ. അടുത്ത കൺസേർട്ട് ആരെ നോക്കും. വേടനാണ് വന്നത്. എൻ്റെ ക്യാമറയിലായതുകൊണ്ടാണ് ഞാൻ വേടനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇനി എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒന്ന് ചോദിച്ചു. അവിടെ എൻ്റെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വേടനാന്ന്. എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. വേടൻ്റെ എൻട്രി സൂപ്പറായിരുന്നു. എനിക്ക് നേരത്തെ ഇതിനകത്ത് കയറാത്തതിൽ ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. കാരണം ഫ്രണ്ടിലായിരുന്നു കുറച്ചും കൂടെ അടുത്ത് കാണാമായിരുന്നല്ലോ എന്നുള്ള സങ്കടമായിപ്പോയി എനിക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. വേടൻ്റെ പാട്ടിലെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള എല്ലാ പാട്ടും വേടൻ പാടി. സൂപ്പറായിരുന്നു എല്ലാം. നമ്മൾ ശരിക്കും യൂട്യൂബിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെയായിരുന്നു പാട്ട്. അത് പിന്നെ വേടനല്ലേ പാടിയത്. പിന്നെ വേടൻ തന്നെ പാടുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവില്ലേ. അതല്ല ഞാൻ പറഞ്ഞേ, വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. സൂപ്പറായിരുന്നു എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഈ അവിടെയൊക്കെ ചെറിയ ചെറിയ ചീറ്റലും പൊട്ടലൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടിയും പിടിയൊക്കെ ആയതുകൊണ്ടാണ് ബോച്ച വന്ന് കുറച്ചു നേരം എന്തൊക്കെ പറഞ്ഞായിരുന്നു. കണ്ണുകൊണ്ടന്നെ മയക്കി മയക്കി എണ്ണ കറുപ്പി നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു. കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു. രണ്ടാം പുറവിയെ ഇത് രണ്ടാം പുറവിയെ ഉപ്പത്തൊട്ടിൽ മാണികളെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് തൂടിക്കോട്ട് നെഞ്ചിലണിഞ്ഞവൾ. 2025 ഞാൻ റാപ്പ് ചെയ്യണത് നിങ്ങളുടെ മുന്നിലാണ്. കൗണ്ട് ഡൗൺ ബോച്ചിയും നമ്മുടെ വേടനും ചേർന്നുകൊണ്ട് ഈ സമയത്ത് ചെയ്യുന്നതാണ് ആ കൗണ്ട്. അമ്പൂട്ടനെ കത്തിക്കാൻ പോളെ. നൈസ് നൈസ് നൈസ്, നല്ല ഐഡിയ. 65 അടി ഗിന്നസ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് എന്തോ കിട്ടി. പാപ്പാനെ കത്തിക്കാൻ പോകുന്നത് അമ്പ ഇട്ടാന്നൊക്കെ പറഞ്ഞ അമ്പ ഇടാന്നുണ്ടെങ്കിൽ നിന്ന്. പക്ഷെ കുറച്ച് നേരത്തെ ഏപ്പി ഓൾറെഡി ഒന്ന് നേരത്തെ ഹാപ്പി ന്യൂ ഇയറും ആയിപ്പോയി. പക്ഷെ കറക്റ്റ് ഹാപ്പി ന്യൂ ഇയറിൻ്റെ സമയത്ത് അമ്പ് ഇടാൻ നേരത്ത്
ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞും പോയി. പക്ഷെ അമ്പ് വിട്ട പപ്പാനി കറക്റ്റ് സമയത്ത് കത്തി, പക്ഷേ ബോച്ചെ വിട്ട അമ്പ് കറക്റ്റ് സമയത്ത് ആയില്ല എന്ന് തോന്നുന്നു. എടാ നിങ്ങൾ കണ്ടോ, അവരെ സ്ക്രീനിൽ 2026 ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ബോച്ച അമ്പൂടെ ഇപ്പോഴും ഇങ്ങോട്ട് നിൽക്കുകയാണ്. പക്ഷെ നോക്കൂ, ഇനി പാപ്പാനി നോക്കോ, പാപ്പാനി അവിടെ ഇരുന്ന് കത്തുന്നുണ്ടാവും. എൻ്റെ വിചാരം ന്യൂ ഇയർ, അതായത് ന്യൂ ഇയറിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ പരിപാടിയൊന്നുമില്ല. അതുകൂടെ എല്ലാവരും കഴിഞ്ഞു, പിരിഞ്ഞു പോയി. ഫുഡും ഉണ്ടായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ എടുത്ത് വാങ്ങിക്കുന്ന ഫുഡേ, അവിടെ ഫുഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ പോയ സമയത്ത് എൻ്റെ ബാക്കി 2 ഫ്രണ്ട്സ് ഫുഡ് വാങ്ങിക്കാൻ പോയി. അപ്പോൾ കറക്റ്റ് ഞങ്ങൾ ബോച്ചനെ കണ്ടു. അപ്പോൾ ബോച്ചനെ കാണാൻ വേണ്ടി ഞങ്ങൾ 3 പേരാണ് ഫോട്ടോ എടുത്തത്. അവർക്ക് 2 പേർക്കും ഫോട്ടോ കിട്ടിയില്ല. അപ്പോൾ ഒട്ടും പ്ലാൻഡ് അല്ലാത്ത എൻ്റെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വ്ളോഗ് ഇടുന്നതെന്ന് അറിയാം. എന്നാലും ഞാൻ പറയണം, ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്.